ഹായ്, ഞങ്ങളിന്ന് ചെറിയൊരു ഷോപ്പിങ്ങിന് പോവുകയാണ് കേട്ടോ. ഞങ്ങളിന്ന് വളാഞ്ചേരിക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ പാറുവിനെ ഒന്ന് ആദ്യം ഒന്ന് സുന്ദരിയാക്കാം. പാറുവിൻ്റെ ഒരു പിരിക എഴുതി, മറ്റേ പിരിക എഴുതാൻ അവൾ സമ്മതിക്കണില്ല. അപ്പോൾ ഇതൊന്ന് എഴുതുകയാണേ. പിരികം ഇളകാതെ കിടക്കട്ടാ. അവൾ ഭയങ്കര വികൃതിയാണ്. അവൾക്ക് മേക്കപ്പ് ഒന്നും തീരെ പറ്റില്ല കേട്ടോ. അവൾക്ക് ഒരുങ്ങണതൊന്നും നേരെ ഇടട്ടെ. ഒരു പൊട്ടും കൂടി ഇട്ട സുന്ദരി മണിയായിട്ട് പാറു ഒരു പൊട്ടിടാം. ഈ പെൻസിലിൻ്റെ ഹൈബ്രോൻ്റെ മോനയൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ അവൾ പൊട്ടിച്ച്. കാരണം ഇതിൻ്റെ കുറിപ്പിക്കാനാണെങ്കിൽ ഇതിൻ്റെ കട്ടറും കാണാനില്ല. അതൊക്കെ അവൾ എവിടെയോ കൊണ്ടിട്ടു. അപ്പം എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്നും കാണാതെ ഭയങ്കര പണിയാണ് ഞങ്ങൾക്ക്. ഇതാ നോക്കിയാൽ സുന്ദരിയാവോ നോക്കട്ടെ, സുന്ദരിയായോ നോക്കട്ടെ. അപ്പം പാറുക്കുട്ടി സുന്ദരിയായിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടോ. പാറു ഇത് അവിടെ ഉണ്ടേ, പാറുവിനെ കാണിക്കാം. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പം ഇതാ 2 പേരും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഹായ് കാണിക്ക് പാറു. ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഇത് മീൻപാറയാണേ. വീടിൻ്റെ മുന്നിൽ നിന്ന് തന്നെ വണ്ടി കിട്ടും കേട്ടോ. പക്ഷേ ഇന്ന് കിട്ടിയില്ല. അപ്പം ഞങ്ങൾ 2 അടി ഇങ്ങോട്ട് നടന്നു. ഇത് ബസ് സ്റ്റോപ്പാണേ. അപ്പോൾ ഇവിടെ പാറും ഉണ്ണിയാവും ഇവിടെ ഇരിക്കുന്നുണ്ട്. അതാ കാണുന്ന പച്ചക്കറി കട കണ്ടോ, അവിടെ നിന്നാണ് ഞങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങാറ് കേട്ടോ. കാണിച്ചു തരാം പച്ചക്കറി കട. അതാ കാണുന്നതാണേ. അവിടെ നിന്ന് ഞങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങാറുണ്ട്. 2 പേർക്കും ഇരിക്കണ സ്വഭാവമല്ല കേട്ടോ. അവരിത് ഓരോന്ന് തിരിപിടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. ഇതിൽ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. ഈ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കിയപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. കുപ്പികളിലൊക്കെ കളർ കൊടുത്ത് നല്ല രസമുണ്ടായിരുന്നു. അടുത്തടുത്ത് കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കുപ്പികൾ പോയിട്ടുണ്ട്. പിന്നെ അതിലാകെ പൊടിയൊക്കെ പിടിച്ചപ്പോൾ ആകെ വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഓട്ടോ കിട്ടിയിട്ട്, അപ്പോൾ ഓട്ടോയിൽ ഞങ്ങൾ പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ണി അവിടെ ചെരുപ്പൊന്ന് പൊട്ടിയിട്ട്, അപ്പോൾ അതൊന്ന് ഞങ്ങൾ തുന്നിക്കാമെന്ന് വിചാരിച്ച്. അവൾക്കൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ പോണത്. അവൾ ചെറുതിലെ അവളെന്നെ ഉണ്ണിയാവേന്ന് വിളിച്ചിട്ട് അങ്ങനെ തന്നെ ഇപ്പോൾ വലിയ കുട്ടിയായാലും ഇപ്പോൾ അങ്ങനെ തന്നെ വരുള്ളൂ. അത് മോനും ചെറുതായിരുന്നു അവളുണ്ടാവുന്ന സമയത്ത്. അപ്പോൾ അവനോട് പറഞ്ഞ ഉണ്ണിയാവാന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ശീലമായതാണ് കേട്ടോ. പാടുതാ വലിയ കുട്ടിയായി. അപ്പോൾ ഞങ്ങൾ സനഹയ്ക്കാണ് പോണത് കേട്ടോ. അപ്പോൾ എത്തിയിട്ടോ ഇവിടെ. അപ്പോൾ ഞങ്ങളതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. അവൾക്ക് പറ്റുന്ന ഡ്രസ്സ് ഉണ്ടോയെന്നൊന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ സനഹ. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് കയറുകയാണ്. കുറേ ആയിട്ടോ ഇവിടേക്ക് വന്നിട്ട്. ഞങ്ങളിപ്പോൾ അധികം ചാസിയേക്കാണ് പോവൽ. അപ്പോൾ കുറേ ആയിട്ട് സനഹയ്ക്ക് അങ്ങനെ വരാറില്ല. അപ്പോൾ ഒന്ന് നോക്കാം, കയറി നോക്കാം അവൾക്ക് പറ്റിയത് ഉണ്ടോയെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സ് 2nd ഫ്ലോറിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കയറുകയാണ് കേട്ടോ, മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഞങ്ങൾ 2nd ഫ്ലോറിൽ എത്തിയിട്ടോ. അവൾക്ക് പറ്റിയ ഡ്രസ്സ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല രസമുണ്ട്, നല്ല ഡ്രസ്സ്. പക്ഷെ അവൾക്ക് ആ ഫ്രോക്കിലാണ് അവൾക്കൊരു നോട്ടം. ഫ്രോക്ക് എടുക്കാൻ കുറേ അവൾ പറഞ്ഞു കേട്ടോ. ഫ്രോക്ക് ഞാൻ സമ്മതിച്ചില്ല കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ വിചാരിച്ചിരുന്നു ഫ്രോക്ക് എടുക്കില്ല എന്ന്. അപ്പോൾ അത് എടുത്തിട്ടില്ല. അപ്പോൾ വേറെ ഞങ്ങൾ ലെഹങ്ക അങ്ങനത്തെ മോഡൽസൊക്കെയാണ് നോക്കിയത്. അപ്പോൾ പാറു ഉണ്ണിയാവയും ഇതേനെ നടന്ന് കളിക്കുകയാണ് കേട്ടോ. അവർ ഓരോ ഡ്രസ്സ് നോക്കും. പാറുവാണെങ്കിൽ പാറുവിന് പറ്റിയ ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവൾക്കിപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ തിരയുണ്ട് പറ്റിയ ഡ്രസ്സ് കിട്ടാനായിട്ട്. മിഡി ഐറ്റംസ് കുറേ നോക്കിയിട്ട്, പക്ഷെ അതൊന്നും വലിയ എനിക്കിഷ്ടമായിട്ടില്ല. ഞങ്ങളൊരു ലെഹങ്ക എടുത്തു കേട്ടോ. ആ വാങ്ങിയ ലെഹങ്കയുടെ സിബിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അവർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ്ടില്ലേ പാറു ഓടി നടക്കുന്നുണ്ടില്ലേ. പാറുവിന് 2 പേരും ഓരോ വിക്രസും കാട്ടിയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ.
രണ്ടാൾക്കും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കൊടുക്കുകയാണ്. ഒന്നതിനെ പിടിച്ചപ്പോൾ അതൊന്ന് വീഴാൻ പോയിട്ടാ. അപ്പോൾ അവളൊന്ന് ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ട് അത് വീഴുമെന്ന് വിചാരിച്ച്. പിന്നെ ഓക്കെ ആയി. ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളുടെ ഫാമിലിയിലൊരു മാരേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഇടാനായിട്ടുള്ള ഡ്രസ്സാണ് ഇപ്പോൾ വാങ്ങിയത് കേട്ടോ. അതുകൊണ്ട് ഞാൻ വീഡിയോസിൽ കാണിക്കുന്നില്ല ഡ്രസ്സ്. ഒരു ലെഹങ്കയാണ് എടുത്തത്, യെല്ലോ കളറാണ്. എനിക്ക് പണ്ടേ യെല്ലോ കളർ ഇഷ്ടമല്ല കേട്ടോ. എൻ്റെ അടുത്ത് ഒരു ഡ്രസ്സും യെല്ലോ കളറായിട്ടുള്ളത്, ഞാൻ അങ്ങനെ വാങ്ങാറില്ല. അപ്പോൾ എനിക്കത് അവളിട്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി, അതുകൊണ്ട് വാങ്ങിയതാണ്. ഇനി ഹസ്ബൻഡിന് ഇഷ്ടമാവുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇനി മാറ്റേണ്ടി വരുമെന്നൊന്നും അറിയില്ല കേട്ടോ. പിന്നെ അത് ശരിയാക്കിയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കൂടി ഇവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെയും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് നേരം ഞങ്ങളിവിടെ ഇരുന്നു. അപ്പോഴേക്കും ഡ്രസ്സ് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്തു. ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.